കർത്താവിന് മഹത്വം. അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായി വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരുപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവി. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനം പത്രോസ് അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നത്. താൻ എഴുതുവാൻ കാരണം തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുമാണ് അപ്പോസ്തലൻ ഈ വാക്യങ്ങളിൽ പറയുന്നത്. ഒരിക്കൽ താനും കൂട്ടനും രാത്രിയിൽ മീൻ പിടിക്കുവാനായിട്ട് പോയി. ശൂന്യതയുടെയും നിരാശയുടെയും വിഫലമായ അധ്വാനത്തിൻ്റെയും രാത്രിയായിരുന്നു അന്ന്. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും സകലതിനെയും ഉളവാക്കുവാൻ കഴിവുള്ളവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവൻ, സകല ഉള്ളങ്ങളെയും ഉള്ളിലിരുപ്പിനെയും മറകൂടാതെ കാണുന്നവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഒന്നും ലഭിക്കാതെ സകലതും നഷ്ടപ്പെട്ടവനെ പോലെ ചിന്താകുലപ്പെട്ട് ഒരു രാത്രി കൂടെ കഴിഞ്ഞു, ഇനി മുമ്പോട്ട് എങ്ങനെ പോകുവാൻ കഴിയുമെന്നോർത്ത് ഉള്ളം കലങ്ങിയിരിക്കുന്നവൻ്റെ അടുത്തേക്ക് വചനസ്വരവുമായി യേശു കർത്താവ് വന്നു. കർത്താവിൻ്റെ ചോദ്യം, എന്തെങ്കിലും കിട്ടിയോ? പത്രോസിന്റെ ഉത്തരം, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് വല വീശുക. സകലവും നഷ്ടപ്പെട്ടവനെ പോലെ മാനുഷിക പ്രതീക്ഷ അസ്തമിച്ച് നിൽക്കുന്നിടത്ത് ഉദയസൂര്യന്റെ പ്രഭാകിരണം അവന്റെ മുഖത്തേക്ക് പതിച്ചു. അവന്റെ ചിന്താകുലം കർത്താവിൽ അവൻ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. സർവശക്തനായ ദൈവപുത്രന്റെ കൈക്കീഴിൽ താണുകൊണ്ട് വീണ്ടും അവൻ പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. ദൈവപുത്രന്റെ വാക്ക് കേട്ടനുസരിച്ചവന് പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാനായിട്ടിടയായി. ഏതു വിഷയത്തിൽ അവൻ ചിന്താകുലപ്പെട്ടുവോ ആ വിഷയത്തിന്റെ മേൽ ദൈവിക പ്രവൃത്തി കണ്ട പത്രോസ് ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, സകലതും നഷ്ടപ്പെട്ടവരെ പോലെ മുന്നിൽ ശൂന്യത മാത്രം കണ്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് നീ ചിന്താകുലപ്പെടുന്ന വിഷയത്തിന്റെ മുന്നിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാമോ? ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊടുക്കാമോ? എങ്കിൽ നിനക്ക് വേണ്ടി കരുതി തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ അവൻ ശക്തനാണ്. ശാരീരികമായും മാനസികമായും നീ തകർച്ചയുടെ അടിത്തട്ടിൽ മുന്നിൽ ശൂന്യത മാത്രം കണ്ടുകൊണ്ട് കരയുകയാണോ? നിന്റെ കഷ്ടതയുടെ ഞെരുക്കം അവൻ കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ഞരക്കം അവൻ കേൾക്കുന്നുണ്ട്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കാണുന്നുണ്ട്. അവൻ രക്ഷിക്കുവാൻ വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നിന്നെ കാണേണ്ടവർ കാണാതെ പോകുന്ന സമയം, നിന്നെ അറിയേണ്ടവർ അറിയാതെ പോകുന്ന സമയം, കൂട്ടുകാരും മിത്രങ്ങളും നീ നശിച്ചു പോയി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ നിന്റെ പ്രാർത്ഥന പോയി, ആരാധന പോയി, ഉപവാസം പോയി, ഇനി ആത്മീകമായും ഭൗതികമായി നീ ഉയരില്ലെന്ന് മാനുഷിക വെല്ലുവിളികൾ നിനക്കെതിരെ ഉയരുമ്പോൾ ബലമുള്ള കൈക്കീഴി താണിരിക്കുന്ന നിന്നെ അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. ഒരു ദിവസം നിന്നെ പാറമേൽ കർത്താവ് ഉയർത്തും. ശത്രു നിന്നെ രട്ടുടുപ്പിച്ചാൽ നീ ഭാരപ്പെടേണ്ട. ഏത് വിഷയത്തിൽ കണ്ണുനീരിന്റെ രട്ടു നീ ഉടുത്തുവോ ആ വിഷയത്തിന്റെ മേൽ കർത്താവ് നിന്റെ കണ്ണുനീർ തുടച്ച് സന്തോഷമുടിപ്പിക്കുന്ന ബലമുള്ള കൈകൾ നിന്റെ കൂടെയുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ദൈവിക ശക്തി വിശ്വസിക്കുന്ന നിന്നിൽ വ്യാപരിക്കുകയാണ്. ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്ന കഴുകൻ ഒരു നാൾ ആഗ്രഹിച്ചതുപോലെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ കാരണം പ്രതികൂല കാറ്റിനെ പ്രതിരോധിപ്പാൻ ചിറകുകൾക്ക് ശക്തി കുറഞ്ഞുപോയി. പറന്നുയരേണ്ട ചിറകുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കിയ കഴുകൻ ഉയർന്നവൻ മലയിലേക്ക് ചെന്ന് പാറപ്പിളർപ്പിന്റെ ഇടയിലിരുന്ന് സ്വയം തന്റെ ചിറകിന്റെ തൂവലുകൾ കൊത്തിപ്പറിച്ചു കളയും. ആ സമയം വേദന ഒത്തിരിയുണ്ട്. ഒരു വശത്ത് തനിക്ക് ഉയർന്നു പറക്കാൻ കഴിയാതിരുന്നപ്പോൾ തന്നെ കളിയാക്കിയവരെയും നിന്ദിച്ചവരെയും ഓർത്ത് വേദനയുടെ തീയിൽ കിടന്ന് വെന്ത് വെണ്ണീറാകുകയാണ്.
മറുവശത്ത് അമിതബലത്തിന്റെയും കൃപയുടെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ശക്തി ധരിച്ച് നീ പുറത്തു വരുന്ന ദിവസമാണ്. പുതിയ തൂവലുകൾ വരും. ഒരു നാൾ ആർക്കും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അത്ര ദൂരത്തിൽ ഞാൻ പറന്നുയരും. അതേ വേദനയിലും കഷ്ടതയിലും കുറെ നാൾ കഴിയുന്ന ഈ കഴുകനെ ആരും കാണാതെ വന്നപ്പോൾ എല്ലാവരും വിധി എഴുതി അവൻ തീർന്നു എന്ന്. എന്നാൽ യേശു കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കുന്ന നിന്നെ പുതുകൃപകളാൽ പുതുക്കത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചോ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. തക്ക സമയത്ത് ഉയരുവാൻ ബലമുള്ള കൈക്കീഴിൽ ചിന്താകുലം അർപ്പിച്ച് താണിരിക്കുകയായിരുന്നു എന്ന് അപമാനിച്ചവരും പകച്ചവരും അറിഞ്ഞില്ല. നിന്നെ അപമാനിക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിനക്കെതിരെ കപടവാക്ക് പറയുന്നവർ കാണുമാറ് കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ മാനിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനൊരു സ്തോത്രം പറയാമോ? നിന്റെ കഷ്ടതയിലും വീഴ്ചയിലും താഴ്ചയിലും നീ അത് തീർന്നുപോയി എന്ന് പറഞ്ഞോ പലരും നിന്നെ കുറിച്ച് വിധി എഴുതിയിട്ടില്ലേ? അതിന്റെ നടുവിൽ ഇത്രത്തോളം നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണെങ്കിൽ ഇനിയും തകർന്നു പോകാതെ കൈപിടിച്ച് നടത്തുവാൻ എൻ്റെ ദൈവം അതിശക്തനാണ്. ഈ ഭൂമിയിൽ കഷ്ടത, നിന്ന, പരിഹാസം, ദുഷി, പട്ടിണി, ദാഹം, രോഗം എല്ലാമുണ്ട്. എന്നാൽ പ്രിയൻ വിളിക്കുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ച് നീ ഉയരുവാൻ പോകുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്നെ നിന്ദിച്ചവർ കൈപ്പിടപ്പെടുമ്പോൾ നീ ഒരു നാൾ ചിറകടിച്ചുയരും. ആ നല്ല ദിവസത്തിനായി കാത്തിരിക്കാമോ? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. ചിന്താകുലം കർത്താവിൽ അർപ്പിക്കാം. കർത്താവ് നിനക്കായി, നിന്റെ മക്കൾക്കായി വേണ്ടത് കരുതി വെച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ സമയത്തിൽ നിന്നെ പാറമേൽ അവൻ ഉയർത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.